മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കത്തിൽ CITU പ്രവർത്തകർക്കെതിരെ വീണ്ടും പരാതി. പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് ഉടമ പ്രകാശിനെ മർദ്ദിച്ചുവെന്നാണ് പരാതി. തൊഴിലാളികളെ ഉപയോഗിച്ച് വാഹനത്തിൽ ലോഡ് കയറ്റുന്നതിനിടെ CITU പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. ഇന്ന് രാവിലെ കട തുറന്നപ്പോൾ രാവിലെ ഒരു വണ്ടി വന്നു, ഒരു ചെറിയ ആപ്പ വന്നു. അപ്പോൾ എനിക്കൊരു 2-3 കമ്പി എനിക്ക് കയറ്റി വെക്കാണ്ടായിരുന്നു. ഒരു 10-15 കിലോ അത്രേ ഉണ്ടാവുള്ളത്. അത് എനിക്ക് കയറ്റി വെക്കുമ്പോൾ CITക്കാർ വന്നിട്ട് സമരപന്തലിൽ എല്ലാവരും കൂടി വന്നിട്ട് അവിടെ തടഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ത്രീകളായ സ്റ്റാഫ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരെന്നെ തെറി പറഞ്ഞു, എന്നെ പിടിച്ച് തള്ളി, എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല, എല്ലാം അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻ്റ് ഉണ്ടായിരുന്നത്. പിന്നെ സ്ത്രീകളെ വേണ്ടാത്ത ഒരുപാട് തെറികൾ പറഞ്ഞവർ. പോലീസ് ഇവിടെ വന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ല, എന്നോട് ചോദിച്ചത് എന്താ ഉണ്ടായതെന്ന്. പോലീസ് പറഞ്ഞു ഒരു പരാതി സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ സമരക്കാരോടൊന്നും അവർ ഒന്നും പറഞ്ഞില്ല. ഈ സമരത്തിനിരിക്കുന്ന പാർട്ടിക്കാരാണോ ഗുണ്ടകളാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നിയത്. ഞാനും GST ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന ബിസിനസ് തന്നെയാണ്. എനിക്ക് നഷ്ടമുണ്ടാക്കി, എൻ്റെ പണിക്കാരുടെ വേതന നഷ്ടപ്പെടുത്തി. എന്നാൽ കാർഡില്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തത് എന്നാണ് CITU പ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ക്ഷേമ ബോർഡിൻ്റെ ഓഫീസിൽ വെച്ച് അനുരഞ്ജന ചർച്ച ഉണ്ടായിരുന്നു. അതിൽ DLOയും അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 26A ചട്ടമനുസരിച്ച് കാർഡ് കിട്ടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടത്തേണ്ടതുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തീരുമാനത്തിനനുസരിച്ചിട്ട് ഒരു ലെറ്റർ ഈ തൊഴിലുടമയ്ക്ക്, പ്രകാശ് സ്റ്റീലിൻ്റെ തൊഴിലുടമയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കാതെ ഇവിടെ മറ്റുള്ള തൊഴിലാളികൾ കയറ്റിയിറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരോട് പോയി ഞങ്ങൾ ആ വഴിയിൽ നിന്നിട്ട് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വിഷ്ണു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇതിലിപ്പോൾ ഈ വ്യാപാരികൾ കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധമടക്കം ഈ വിഷയത്തിൽ ഉയർത്തിയതാണ്. ഹൈക്കോടതി വിധി നടപ്പിലാക്കണം എന്നുള്ളതാണ് വ്യാപാരികളുടെ ആവശ്യം. CITU ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണല്ലോ. ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ അങ്ങനെ തടയുക മാത്രമാണ് ചെയ്തത് എന്ന CITUവിന്റെ വാദം ശരിയാണോ? എന്താണ് അവിടെ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായും CITU ഉന്നയിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്നുള്ള ദൃശ്യങ്ങൾ CCTVയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. സംസാരിക്കുക മാത്രമല്ല, ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുക എന്നുള്ള ഒരു ചർച്ച മാത്രമല്ല ഉണ്ടായത്. അവിടേക്ക് എത്തിയ പ്രകാശ് സ്റ്റീൽസ് ഉടമ പ്രകാശിനെയും ജീവനക്കാരെയും തടയുന്ന അല്ലെങ്കിൽ ഒരു ആക്രമിക്കാൻ ഉതകുന്ന തരത്തിലുള്ളൊരു സംഭവമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരാഴ്ചയിലധികമായി ഈ പ്രശ്നം കുളപ്പുള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുളപ്പുള്ളിയിൽ സ്റ്റീൽ, ഇരുമ്പു സിമെന്റും കച്ചവടം ചെയ്യുന്ന പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് കമ്പനിയിലേക്ക് സിമെന്റ് ലോഡ് ഇറക്കുന്നതിനായി ഒരു കയറ്റിറക്ക് യന്ത്രം സ്ഥാപിച്ചത് മുതലാണ് ഈ തർക്കം തുടങ്ങിയത്. തൊഴിലാളികളെ ഉപയോഗിച്ച് സിമെന്റ് ഇറക്കണമെന്നുള്ള ആവശ്യമാണ് CITU ഉന്നയിച്ചത്. തുടർന്ന് ഈ വിഷയം വലിയ ചർച്ചയാവുകയും പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയും CITU തൊഴിലാളികൾ ഈ സ്ഥാപനത്തിന് മുന്നിൽ കുടികെട്ടി സമരം ഇരിക്കുകയും ചെയ്തു. ഒരാഴ്ചയിലധികമായി സമരം തുടരുകയാണ്. വ്യാപാരികൾ ഈ പ്രകാശം സപ്പോർട്ടുമായി വരികയും വ്യാപാരികൾ ഒരു ദിവസം കടകളടച്ച് പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് ലേബർ ഓഫീസറുടെയും ക്ഷേമനിധി ഓഫീസിലും അനുരഞ്ജന ചർച്ച നടത്തുകയും എന്നാൽ ചർച്ച തീരുമാനമാകാതെ പിരിയുകയുമായിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ ഈ അനിഷ്ട സംഭവം ഉണ്ടായത്. അഭിലാഷ്. പ്രകാശ് സ്റ്റീൽസിൽ ആണ് ഈ പ്രതിസന്ധി തുടങ്ങിയത്. അവിടെ സിമന്റ് ചാക്കുകൾ ഇറക്കുന്നതിന് ഒരു മെഷീൻ സംവിധാനം, എസ്കലേറ്റർ പോലെയുള്ള ഒരു സംവിധാനം വ്യാപാരി, ഈ കട ഉടമ തയ്യാറാക്കുകയും അങ്ങനെ വാഹനത്തിലേക്ക് നേരിട്ട് ലോഡ് കയറ്റാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് CITU പ്രവർത്തകരടക്കം രംഗത്ത് വന്നു. CITUവിന് തൊഴിൽ നഷ്ടമാക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് തൊഴിലാളികളുടെ ആക്ഷേപം. ഇതിനിടയിലാണിപ്പോൾ തൊഴിലാളികൾ അവിടെയുള്ള സ്ഥാപന ഉടമയെ അടക്കം മർദ്ദിച്ചു എന്ന നിലയിലുള്ള പരാതി രംഗത്തെത്തിയിട്ടുള്ളത്. നേരത്തെ വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ കടയുടമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. CITU തൊഴിലാളികൾ വ്യാപാരികളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനമടക്കം അന്ന് ഉയർന്നതുമാണ്. വിഷ്ണു, ഇതിലിപ്പോൾ ഈ ഒരു ഏതെങ്കിലും തരത്തിലുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രശ്നപരിഹാരം ഇപ്പോൾ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുമോ?
CITU പ്രവർത്തകർ മർദ്ദിച്ചു എന്ന ആക്ഷേപം ആണ് ഇപ്പോൾ ഷൊർണൂരിലെ കുളപ്പള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് തൊഴിലാളികളെ ഉപയോഗിച്ച് സിമന്റ് യന്ത്രസഹായത്തോടെ അടക്കമാണ് ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെ തടഞ്ഞു എന്നാണ് ദൃശ്യങ്ങളിൽ. കട ഉടമയെ അടക്കം കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്നാൽ കാർഡില്ലാത്ത തൊഴിലാളികളെ തടയുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് CITUവിൻ്റെ നിലപാട്. CITU ചുമട്ടുതൊഴിലാളികളുടെ ജോലി ഇല്ലാതാക്കുന്നു എന്ന ആക്ഷേപം ആണ് CITU ഉന്നയിക്കുന്നത്. കുടിൽ കെട്ടിയുള്ള പ്രതിഷേധ സമരത്തിലേക്കടക്കം പോയിട്ടുണ്ട്. പക്ഷേ വ്യാപാരികൾ പ്രകാശ് സ്റ്റീൽസിന് പിന്തുണ നൽകുന്ന സാഹചര്യമാണ് ഉള്ളത്. കടകൾ അടച്ചിട്ട് അടക്കം പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യവുമുണ്ട്.